പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കുന്ന ദിനരാത്രങ്ങളാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും മറ്റു ജനങ്ങളെക്കാളും ഞാൻ നിങ്ങളുടെ ഏറ്റവും അഹബ്ബാകുന്നത് വരെ നിങ്ങളിൽ ഒരാളും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നബിദിനം എന്തിനാണ് ആഘോഷിക്കുന്നത്? അത് ബിദ്അത്തല്ലേ? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു. നബിയെ അങ്ങ് പറയണം, അള്ളാഹിന്റെ ഫضل കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കണം. ധാരാളം മഹാന്മാർ അതിന് തഫ്സീർ പറയുകയാണ്, ആ റഹ്മത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മറ്റൊരായത്തിലൂടെ പറയുന്നുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേ ഞാൻ അയച്ചിട്ടില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തായി, നമുക്ക് ഏറ്റവും വലിയ റഹ്മത്തായി എന്നുള്ളത് എപ്പോഴും നാം ഓർത്ത് സന്തോഷിക്കേണ്ടതാണ്. എന്നാൽ ആ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങിയ പ്രത്യേക ദിവസം ദിനരാത്രങ്ങൾ ധാരാളം മൗലിദുകൾ കൊണ്ടും ഖിറാഅത്തുകൾ കൊണ്ടും പാവപ്പെട്ടവർക്ക് ഭക്ഷണം ദാനം ചെയ്തുകൊണ്ടൊക്കെ കൂടുതൽ സൽക്രമങ്ങൾ കൊണ്ട് നാം സജ്ജമാക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെ ബിദ്അത്താണെന്ന് പറയുന്നവർ സ്വയം നഫ്സിലേക്ക് നോക്കി ഒന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്.